guys, welcome back to my YouTube channel. It's me, Cameron Girl. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ വന്നിട്ട് ഒരു അടിപൊളി നമ്മുടെ ശർക്കര കിട്ടുന്ന അടിപൊളി സ്ഥലം സ്പോട്ട് കണ്ടിട്ട് ഇതാണ് കേട്ടോ ആ സ്പോട്ട്. നമ്മൾ ചണ്ഡീഗഡ് പോകുന്ന വഴിക്കാണിത്. ഇവിടെ ഫുൾ ഇതാണ് കേട്ടോ, ഇവിടെ കരിമ്പിൻ്റെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഇറങ്ങി വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനും വാങ്ങിച്ചു, വിച്ചും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പം ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന റോഡിന് സൈഡിൽ തന്നെ ഇവിടെ കരിമ്പിൻ്റെ ഷുഗർക്കെയിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കണത്. കരിമ്പാണ് കേട്ടോ കൊണ്ടിട്ടിരിക്കണത്. അപ്പോൾ കരിമ്പ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കരിമ്പ് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെഷീനാണിത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് മെഷീൻ്റെ പേരൊക്കെ ചോദിച്ചു. അവർക്ക് മെഷീൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ പറയാൻ അറിയില്ല. അപ്പോൾ എന്നാൽ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവർ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ ജ്യൂസ് അത് നമ്മൾ കരിമ്പിൻ്റെ വേസ്റ്റാണ് ആ ഒരു സൈക്കിളിൽ കയറ്റി വെച്ചേക്കുന്നത്. അങ്ങ് ദൂരെ കൊണ്ട് കളയുമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുഴിക്കകത്ത് ഒരു ബക്കറ്റല്ല, ഒരു കന്നാസും അല്ല എന്തിനു പറയുന്നത് അറിയൂടെ, ആ സാധനം ഇറക്കി വെച്ചിട്ട് അതിനകത്താണ് ജ്യൂസ് വെച്ചിരിക്കുന്നത്. ഇത് ഫുൾ കരിമ്പിൻ ജ്യൂസാണ്. പിന്നെ ഇതൊരു ലാമ്പു എന്ന് പറഞ്ഞൊരു മരമാണ് കേട്ടോ. ആ മരത്തിൻ്റെ പകുതി പോയതാണ്. ഈ മരത്തിനകത്ത് ഫുള്ള് ഈ കരിമ്പിൻ്റെ ജ്യൂസ് നിറച്ച് വെച്ചിരിക്കുകയെന്നാണ് പറയണത്. അപ്പോൾ ആ ജ്യൂസ് എടുത്തിട്ട് അപ്പുറത്തെ കുഞ്ഞ് നേരത്തെ കാട്ടുന്നില്ല, ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം അവർ ആ വലിയൊരു അണ്ടാവിനകത്ത് വെച്ചിട്ട് കുറുക്കി എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഈ ഒരു ട്രേക്കകത്ത് ഒഴിച്ച് സെറ്റ് ആവാനാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കുറുകി കഴിഞ്ഞൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ എനിക്കത് കാട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെയും കാട്ടിത്തരും കേട്ടോ. അതിന് ശേഷമാണ് അവിടെ ഞാൻ കാട്ടിത്തരാം. നമ്മൾ ഇങ്ങനെ സെറ്റായതിന് ശേഷം അവരിങ്ങനെ കട്ടയാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെക്കും. ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇതിവിടെ ഇങ്ങനെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോമിലും കിട്ടും, പൊടിയുടെ ഫോമിലും കിട്ടും. അപ്പം ഞാൻ പൊടിയും മേടിച്ചു, കട്ടയായിട്ടും മേടിച്ചു കേട്ടോ. ഭയങ്കര റേറ്റിന്, അഫോർഡബിൾ റേറ്റിന് കിട്ടും. ഇവിടെയാണ് തൂക്കി തരുന്ന സ്ഥലം. നല്ല റേറ്റിന് കിട്ടും. എനിക്ക് 1 കിലോ 30 രൂപ എന്തോ ആയിട്ടുള്ളൂ. അത്രയ്ക്ക് കുറഞ്ഞ റേറ്റിനായിട്ട് കിട്ടുന്നത്. റോഡ് സൈഡിൽ തന്നെയാണിത്. അപ്പം അവർ സെറ്റായി. അപ്പോൾ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സെറ്റായി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതായത് അവിടെ ഇത് കുറേ നേരം ഇരുന്ന് കുറുകി ഒരു കൺസിസ്റ്റൻസി ആവും. ഇത് ഷുഗർക്കെയിൻ ജ്യൂസാണ് കേട്ടോ, കരിമ്പിൻ ജ്യൂസാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ആ ജ്യൂസ് ഈ ഒരു ട്രെയിലോട്ട് ഒഴിച്ച് ഇത് സെറ്റാവാൻ വേണ്ടി വെക്കും. ഒരു 2 hours എടുക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത് സെറ്റാവാൻ. മിനിമം 2 hours എടുക്കുമെന്നാണ് പറഞ്ഞത് സെറ്റാവാൻ. അതിൽ കൂടുതൽ ചിലപ്പോൾ എടുക്കും. അപ്പോൾ സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഡിവൈഡ് ചെയ്ത് നേരത്തെ കണ്ടില്ല അങ്ങനെ കട്ട ഫോമിലാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത്രയും സമയം അവരെടുക്കും. ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും നേരം ഇരുന്ന് ഇളക്കുന്നത് നല്ല ചൂടാണ്. ഇത്രയും നല്ലൊരു ചൂട് സമയത്താണ് അവരിത് ഉണ്ടാക്കണേന്നുള്ളതാണ്. എന്നിട്ട് ഇതിനകത്ത് ഇപ്പുറത്തുള്ള ജ്യൂസ് ഇത് കരിമ്പിൻ ജ്യൂസാണ്. ഈ കരിമ്പിൻ ജ്യൂസിനെ ഒരു പിന്നെയും ഈ ഒരു അണ്ടാവാണോ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേ നേരം ഒരു 4 മണിക്കൂറോളം ഇവരിങ്ങനെ ഇളക്കി ഇത്രയും ഒരു കൺസിസ്റ്റൻസി ഫോമിൽ. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഒഴിച്ചപ്പം തന്നെ കണ്ടില്ലേ നല്ല കട്ടി ഫോമിലാണ് അവർ ഒഴിച്ചത്. അത്രയും നേരം ഇരുന്ന് ഇളക്കി ഈ ജ്യൂസിനെ അത്രയും കട്ടിയാക്കിയതിന് ശേഷം ആ ട്രെയിലോട്ട് ഒഴിച്ച് അവർ ഡിവൈഡ് ചെയ്ത് മുറിച്ച് മാറ്റുകയാണ് ചെയ്യണത്. അത്രയും കഷ്ടപ്പാട് കേട്ടോ. കണ്ടിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഈ ചൂടത്ത് അവരിത് ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യണത്. അതും കിലോയ്ക്ക് 30 രൂപ ഒക്കെ ഉള്ളൂ. അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ട് അവർ വിൽക്കണത്. അപ്പം ഞാൻ വാങ്ങിച്ചു. ഞാൻ പൊടി ഫോമിലുള്ളതും മേടിച്ചു, കട്ട ഫോമിലുള്ളതും മേടിച്ചു കേട്ടോ. എല്ലാം 1 കിലോ വെച്ച് മേടിച്ചു. പിന്നെ ഞാൻ ഒരു സാധനം കാട്ടിത്തരാം. അത് ഞാൻ ഇവിടെ മാത്രം വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് പൊടിയാണ്. അല്ലാണ്ട് നമ്മൾ ഈ കട്ടയായിട്ട് കിട്ടുന്ന ശർക്കരയ്ക്കകത്ത് ഇങ്ങനെ അവർ ഇതിട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. ഞാൻ ജീരകം ഇട്ട് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. നല്ല കളറിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇവിടെ റോഡിൻ്റെ സൈഡിലാണ് ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇത്രയുള്ള ഇത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഞാൻ കോളേജ് ID കാർഡ് ഇട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതൊന്നും ഊരിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. എങ്കിലും ഇനി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഡു ചെക്ക് ഔട്ട് മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.